ഇനി ഞങ്ങൾ ആക്സെൻസിലെ റോയൽ മസ്ക് എന്ന പെർഫ്യൂം പരിചയപ്പെടുത്താം. ഇത് 100 ml ബോട്ടിൽ ഞാൻ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നിറച്ചു വെച്ചതാണ്. അത്രയും എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 50 ml, 20 ml, പിന്നെ 8 ml ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഫ്രാഗ്രൻസ് ഉണ്ടാ? ഓക്കെ, ഇത് മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ ഇവള് സ്കൂൾ പോകുമ്പോഴൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് രാവിലെ അപ്ലൈ ചെയ്താൽ ഈവനിങ്ങിൽ തിരിച്ചു വരുമ്പോൾ ഇതിന്റെ ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ നല്ല വൈബ് തരുന്ന യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂം. അതാണ് പിന്നെ എന്തായിരുന്നു പേര് പറഞ്ഞ്? റോയൽ മസ്ക്. ഓക്കെ, റോയൽ മസ്ക്. അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ് എന്താ വെച്ചാല് ഇതിലൊരു മസ്ക് ഫ്രാഗ്രൻസ് ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ ഒരു ഗ്രീൻ നോട്ട്സ് വരുന്നുണ്ട്, അരോമാറ്റിക് നോട്ട്സ് വരുന്നുണ്ട്, ചെറിയൊരു സ്വീറ്റ് ഹിന്റ് പോലെ വരുന്നുണ്ട്, ഒരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സും വരുന്നുണ്ട്. അധികം ഡാർക്കർ ഒന്നുമല്ല, എവിടെയും ഇതിൽ ഡാർക്ക് നോട്ട്സ് വരുന്നില്ല. ഒരു പ്ലീസിങ് ആയിട്ടുള്ള, നമുക്ക് ഓൾ ഒക്കേഷൻസിലേക്ക് കുറച്ച് ഒരു കൂടുതൽ അപ്ലൈ ചെയ്താൽ ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്ലീസിങ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ തരുന്ന ഒരു യൂണിസെക്സ് വൈബുള്ള ഒരു പെർഫ്യൂം. അതാണ് ഈ സാധനം റോയൽ മസ്ക്. ഇതിനകം കുറെ പേര് ചോദിച്ചു, ഒരുപാട് പേര് വാങ്ങിച്ചു. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ പല വീഡിയോന്റെ താഴെ പലരും കമന്റ് ചെയ്തും കണ്ടു ഈ സാധനം നല്ലോണം നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ബ്ലൈൻഡ് ബൈ ആയിട്ട് ആര് ചോദിച്ചാലും ഞാൻ ബ്ലൈൻഡ് ബൈ ആയിട്ട് ഞാൻ കണ്ണുമടച്ച് പറയാറുള്ള ഒരു കാര്യം ഇതെടുത്തോളൂ എന്നുള്ളതാണ്. കാര്യം വളരെ ഇനൊഫെൻസീവ് ആയിട്ടുള്ള നമ്മുടെ Cloud9 ഒക്കെ ആ ഒരു കൈൻഡ് ഓഫ് ഒരു വൈബിലൂടെയാണ് ഇതും പോണത്. Cloud9 പോലെ അത്രയും വൈറ്റ് ഫ്ലോറൽ അല്ല, ഇതിലൊരു എല്ലാ ഫ്ലോറലും കൂടി ചേർന്നിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു യൂണിസെക്സ് നാച്ചുറൽ. ഇത് എവിടെയും ഒരു ഫെമിനിൻ ടച്ച് ഒന്നുമില്ല, നല്ല വൈബ് ഈ സാധനത്തെ. ഓക്കെ, വെരി ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് മോർണിംഗിൽ അപ്ലൈ ചെയ്താൽ ഈവനിങ് വരെ ഇതിന്റെ ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട്. 2.5 to 3 hours ലെവലിൽ പ്രൊജക്ഷൻ ഉണ്ട്. നല്ല ലൗഡായിട്ടുള്ള ഇത് സ്പ്രെഡ് ആവുന്നുണ്ട് ഫ്രാഗ്രൻസ്. ഞാൻ പറയും, ഒറ്റ സ്പ്രേ അപ്ലൈ ചെയ്താൽ പോലും ഇത് നല്ല രീതിയിൽ പുറത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ലൗഡറായിട്ട് നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ഞാൻ പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസ് കൂടിയാണ്. ഇത് എൻ്റെ മകളാട്ടോ, പല വീഡിയോസിലും വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ തരാതെ ഇരുന്നത്. ഇത് യൂസ് ചെയ്യാറില്ലേ? നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ യൂസ് ചെയ്യാറില്ലേ അത് മോർണിംഗിൽ? ഇതിപ്പോ ഇവള് യൂണിഫോം ഒക്കെ വെച്ചിട്ടുള്ള റൂമില് എവിടെയത് വെച്ചിട്ടുള്ളത്? ടേബിളിന്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതാണ്. പിന്നെ പേര് മറന്നു, റോയൽ മസ്ക്. റോയൽ മസ്ക്. ഇനിയിപ്പോ ഇവളെ കയ്യിൽ 2 പെർഫ്യൂംസ് ഉണ്ട്. ഇത് ഏതൊക്കെയാന്ന് കാണിച്ചു കൊടുക്കാം. ഇതേതാ? ഇയാളെ പേരെന്താ? ഇത് നമ്മൾ മുമ്പ് ഇതിന്റെ ഒറിജിനൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഇയാളെ പേര്? പേരെന്താ? പേരറിയൂലേ? അറിയൂല? അതോ അയാളോ? ഇത് നമ്മൾ വീഡിയോ ചെയ്ത ഇതാരാ ആള്? ഇത് ഡമ്മി ബോട്ടിൽസ് ആണ് കേട്ടോ. ഓക്കെ, ഇതില് ഞാൻ വേറെ പെർഫ്യൂം ഫില്ല് ചെയ്ത് കൊടുത്താണ്. ഇത് ഏതാണെന്നറിയോ? ഇത് ലൂയി വിത്തോൺ ഇമാജിനേഷന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ നമ്മുടെ ആക്സെൻസിൽ വന്നിട്ടുണ്ട്, പുതിയത്. പലരും ആക്സെൻസിൽ ആ പോസ്റ്റർ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആക്സെൻസ് ഇന്റിമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് നേരത്തെ ഇമാജിനേഷൻ നമ്മുടെ കയ്യിലുണ്ട്, അത് പിന്നെ എഡ്സെൻസിലായിരുന്നു. ഇത് ആക്സെൻസിൽ. ഈ ബോട്ടിലല്ല കേട്ടോ, ഇത് ഞാൻ ഇവൾക്ക് ഈ ഒരു ബോട്ടിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുത്താണ്, ഇവൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ത്രെഡ് ഉള്ള ബോട്ടിലായതുകൊണ്ട് അതിൽ നിറച്ച് വെച്ചതാണ്. ആക്സെൻസിന്റെ തന്നെ ബോട്ടിലാണ് ഈ സാധനങ്ങൾ വരിക. അപ്പോൾ ഇത് പാക്കോറബാൻ ഫെയിമിന്റെ ഒരു ബോട്ടിൽ ഞാൻ നിൽക്കും അല്ലേ? വേറെ കണ്ണടക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇയാളെ പേര് അറിയില്ല, മറന്നുപോയി. തീർച്ച ഇയാളെ പേര് ഓർമ്മല്ല? ഇതിന്റെ വീഡിയോ ചെയ്ത് ഓർക്കുന്നുണ്ടാ? അന്ന് ചെറിയ കുട്ടിയായിരുന്നു അല്ലേ? അന്ന് എത്ര വയസ്സായി അറിഞ്ഞൂടാ. 2 years മുന്നത്താണ്. ഓക്കെ, അപ്പോ ഇത് ടോയ് ബോയ് ആണ്. ഇതിൽ പക്ഷേ ടോയ് ബോയിന്റെ ഫ്രാഗ്രൻസ് അല്ല. ഓർക്കണ്ട ടോയ് ബോയ് എന്ന് ഞാൻ പറഞ്ഞത്? മൊസ്കിനോ ടോയ് ബോയ്. മൊസ്കിനോ ആണത്. മൊസ്കിനോന്റെ ബോട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഉള്ളില് ഇതിൽ ഞാന് ഇതെന്തിന്റെ ഫ്രാഗ്രൻസ് പറഞ്ഞ അറിയൂലേ? അത് റോസാണ്, റോസ്. അപ്പോ ഇതിൽ ഏതാന്ന് വെച്ചാല് ഇത് എഡ്സെൻസിലെ ഊതാൻ റോസസ്.
ഓക്കെ. ഊദാൻ റോസസ് ഞാനത് പല വീഡിയോസിലും പരിചയപ്പെടുത്തി പോയ പ്രൊഡക്റ്റ് തന്നെയാണ്. അഹമ്മദ് അൽ മഗ്രിബി ഊദാൻ റോസസ് ആയിട്ട് സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു ഊതും റോസും ഫ്ലോറലും ചെറിയൊരു സ്വീറ്റ്നെസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിലുള്ളത്. അത്യാവശ്യം നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ്. ഇതും ഒരു 7-8 hours ഒക്കെ നിൽക്കും. ഇതും ഇതേപോലെ ഞാൻ ഇവള് സ്കൂളിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കും. അങ്ങനെ നിൽക്കുന്നതാണ് ഊദാൻ റോസ്. എഡ്സെൻസിൽ ഊദാൻ റോസ്. അതിനൊന്നും വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല. പിന്നെ ഇത് ഇമാജിനേഷൻ്റെതാണ്, ഇൻറ്റിമേഷൻ. ഇത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെ വീഡിയോ ചെയ്യാം. അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്. പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ടാവും, നമ്മുടെ ഇമാജിൻ ആണോ ഇൻറ്റിമേഷൻ ആണോ നല്ലത് എന്നുള്ളത്. അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തരാം. കാരണം ഇനി രണ്ടും കൂടി വരുന്നുണ്ട്. ഇത് രണ്ടിലും പെടാത്ത ഒന്നല്ല 2 ഇമാജിനേഷൻ്റെ 2 കൂടി വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 4 വേരിയൻസ് ഉണ്ടാവും. അതായത് 4 പെർഫ്യൂമറിൻ്റെ കയ്യിൽ നിന്ന് ഇമാജിനേഷൻ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. 2 ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തു, 2 ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. 1 ലേറ്റർ സോറിൽ വരും, പിന്നെ 1 വേറൊരു ബ്രാൻഡിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ ഇതിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം 4 വരും. അപ്പം ഇത് ഇമാജിനേഷന് ടിപ്പിക്കലി കിട്ടുന്ന ഒരു ലെമൺ ഗ്രാസ്, പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ലീവ്സ്, പിന്നെ ടീ ലീവ്സ്, ചെറുതായിട്ടൊരു ജിഞ്ചർ, ഇങ്ങനെയെല്ലാം കൂടി ഉള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ EM5ൻ്റെ ഒരു ഇമാജിനേഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു കമ്പാരിസൺ ഒക്കെ അടുത്ത് തന്നെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയ മെയിൻ പെർഫ്യൂം റോയൽ മസ്ക് ആണ്. വളരെ ഇനൊഫെൻസീവ് ആയിട്ടുള്ള, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, ഓൾ ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റിയ, യൂണിസെക്സ് ആയിട്ടുള്ള ഒരു ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം. വലിയ പ്രൈസോ ഒന്നുമില്ല. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അല്ലേ? അങ്ങനല്ലേ? ഓക്കെ. ഏത് നെയിമാണ് സിവുവിന് ഏറ്റവും ഇഷ്ടം? ആക്സെൻസ് ആണോ, ലേട്രസോർ ആണോ, എഡ്സെൻസ് ആണോ? ഏതാണ് ഇഷ്ടം? 3 ഇഷ്ടമുണ്ട്. ഓക്കെ. അതോ സാക്ക് ആണോ, സാക്ക് അരോമ? അതും ഇഷ്ടണ്ടാ? എന്താ അതെന്താ ഇഷ്ടം? എവിടെ പോയി? മലപ്പുറം പോയി. ഓക്കെ. സാക്ക് ആരാ ആള്? സാക്ക് ആരാണ്? സീവുന്റെ ആരാ സാക്ക്? ബ്രദർ അല്ലേ? അപ്പൊ സീവന്റെ ബ്രദറാണ് സാക്ക്. അപ്പൊ സാക്കിന്റെ പേരില് ആണ് സാക്ക് അരോമ വന്നത് അല്ലേ? അല്ല, സാക്ക് ജനിക്കണം മുന്നേ സാക്ക് അരോമ ഉണ്ട്. ഓക്കെ, അത് പിടിക്കേ. സാക്ക് അരോമ നേരത്തെ ഉള്ള ബ്രാൻഡാണ്. സാക്ക് ഇപ്പൊ ജനിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പൊ സീവന്റെ പേരിൽ ഏതാ വന്നത്? എന്ത് അരോമയാണ്? അരോമ. ഓക്കെ, അപ്പൊ ശരി അല്ലേ? ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.